ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം ഇപ്പോൾ രണ്ട് ആക്റ്റീവായിട്ടുള്ള രണ്ട് ഗസറ്റഡിലുള്ള വിജ്ഞാപനങ്ങളാണ് നിലവിലുള്ള. ഒന്ന് 23/9 ആയിരുന്നു, അത് 23/9 അവസാനിക്കുന്നതാക്കി മാറ്റി. പിന്നെ അതിനുശേഷം ഈ മാസം അവസാനിക്കുന്ന 29/9 അവസാനിക്കുന്ന വേറെ നോട്ടിഫിക്കേഷനും ആക്റ്റീവായിട്ടുണ്ട്. മൊത്തം 81 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ മാത്രമുള്ളൂ തോന്നുന്നു, നിയമനങ്ങൾ നടക്കുന്നുണ്ട് അറിയില്ല. അപ്പോൾ ഇതിലേക്ക് 92/2020 മുതൽ 124/2020 വരെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്, അങ്ങനെ നിരവധി തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം യോഗ്യത ഉള്ളവർക്കാണ്, ഏതെല്ലാം തസ്തികകളിലേക്കാണ് വ്യത്യസ്തമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും, അതുപോലെ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ കേരളത്തിലൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പൈസയും മുടക്കാതെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ പോയി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ മൊത്തം എത്ര വേക്കൻസി അല്ലെങ്കിൽ എത്ര നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ വന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഗസറ്റഡ് ഡേറ്റ് 15/9/2020 പുതിയ ഗസറ്റഡിൽ വിവിധ തസ്തികകളിലേക്കായി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന വിവിധ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത് 92/2020 മുതൽ 124/2020 വരെയാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന തീയതി 21/10/2020 ആണ് അവസാന തീയതി. അത് മറക്കാതിരിക്കുക. 21/10/2020 വരെ നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വിവിധ നോട്ടിഫിക്കേഷൻസ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ഏതാണോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപേക്ഷ സമർപ്പിക്കുക. താഴെ ഇതിൻ്റെ എല്ലാ കാറ്റഗറി നമ്പർ, ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജോബ് ഒഴിവുകളും കേരള PSCൻ്റെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തിരഞ്ഞെടുത്ത് ആ കാറ്റഗറി നമ്പർ നിങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് 124/2020 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്, SC/CC ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിനാണ് അത് അപേക്ഷിക്കാൻ കഴിയും. 20,000 മുതൽ 45,800 വരെയാണ് ഇതിൻ്റെ ശമ്പളം. 19-35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 എക്സാം പാസ്സായിരിക്കുക എന്നാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട 124/2020 SC/CC എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പത്തനംതിട്ടയിലാണ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ ഒരു അവസരത്തിനായി. പിന്നെ വരുന്നത് 124/2020 ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് NCA നോട്ടിഫിക്കേഷൻ. 2,500 മുതൽ 4,525 വരെയാണ് ശമ്പളം. 18-48 ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ്. അതിലേക്ക് SSLC ഫൈൽഡ് ആയിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ആർമി അതുപോലെ മറ്റുള്ള എയർഫോഴ്സിലൊക്കെ ജോലി പരിചയമുള്ള ആളുകളെയും സൈക്ലിംഗ് അറിയാവുന്ന ആളുകളെയും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയുമാണ് അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 120/2020 എന്ന് പറയുന്ന കാറ്റഗറി. 120 മുതൽ 122 വരെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ പിയൂൺ വാച്ച്മാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം എമംഗ് ദി പാർട്ട് ടൈം എംപ്ലോയീസ് ഇൻ KSFE ലിമിറ്റഡ്. ഇപ്പോൾ KSFE ലിമിറ്റഡിലെ പാർട്ട് ടൈം എംപ്ലോയീസിനെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത് പിയൂൺ വാച്ച്മാൻ തസ്തികയിലേക്ക് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് വന്നിരിക്കുന്നത്. 7,735 മുതൽ 13,090 വരെയാണ് ഇതിലേക്ക് വന്ന ശമ്പളം. 3 വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 6ാം ക്ലാസ് പാസ്സായിരിക്കുക, ഈക്വലന്റ്, അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 119/2020 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ക്ലേ വർക്കർ തസ്തികയിലേക്ക് 16,500 മുതൽ 35,700 വരെയാണ് ശമ്പളം പറയുന്നത്. NCA നോട്ടിഫിക്കേഷനാണ്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 18-39 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതിലേക്ക് സെക്കൻഡറി സ്കൂൾ പാസ്സായിരിക്കുക, അതിലേക്കും 3 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 118/2020 പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിൽ ലൈൻമാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലിയാണ്. 19,000 മുതൽ 43,600 വരെയാണ് ശമ്പളം. പത്തനംതിട്ടയിൽ 1, വയനാട് 1, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. NCA നോട്ടിഫിക്കേഷനാണ്.
19 to 41 വയസ്സ് വരെയാണ് അതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ SSLC ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 117/2020 പബ്ലിക് വർക്ക് ഇലക്ട്രിക്കൽ വിങ്ങിൽ ലൈൻമാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/ST ഓൺലി 19,000 മുതൽ 43,600 ആണ് അതിലേക്ക് വരുന്ന ശമ്പളം. അതിലേക്ക് തിരുവനന്തപുരത്ത് 2, കോട്ടയം 1, എറണാകുളം 1, തൃശ്ശൂർ 1, പാലക്കാട് 1, മലപ്പുറം 1, കോഴിക്കോട് 2 അങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വരുന്നത്. 19 to 41 ആണ് ഏജ് ലിമിറ്റ്. മിനിമം ജനറൽ ക്വാളിഫിക്കേഷൻ SSLC സ്റ്റാൻഡേർഡാണ്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട യോഗ്യതയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. 21/10 എല്ലാത്തിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി. 116/2020 ഹെൽത്ത് സർവീസിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ST ഓൺലിയാണ്. 22,200 മുതൽ 48,000 വരെയാണ് ശമ്പളം. പാലക്കാട് 2, കണ്ണൂർ 2 ഉണ്ട്. അതിലേക്ക് വേണ്ട പ്രീ ഡിഗ്രിയാണ്. ഡിപ്ലോമ ഇൻ ഫാർമസിയും വേണം. അതുപോലെ രജിസ്ട്രേഷൻ വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും അതിൽ നിർബന്ധമാണ്. പിന്നെ 115/2020 ഹെൽത്ത് സർവീസസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 22,200 മുതൽ 48,000 വരെയാണ് അതിലേക്ക് വരുന്ന ശമ്പളം പറയുന്നത്. പിന്നെ 114/2020 ഹെൽത്ത് സർവീസിലാണ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് 27,800 മുതൽ 59,400 വരെയാണ് ശമ്പളം. ഡിസ്ട്രിക്ട് വൈസ് കണ്ണൂരിലാണ് 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20 to 41 ആണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 113/2020 ഓവർസിയർ ആണ്. അത് 19,000 മുതൽ 43,600 വരെയാണ്. ഇത് NCA നോട്ടിഫിക്കേഷനാണ്. 18 to 41 ആണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ്. പിന്നെ വരുന്നത് 112/2020 അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് 20,000 മുതൽ 45,800 വരെയാണ് ശമ്പളം. 18 to 42 ആണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ്. ഇതിലേക്ക് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് 111/2020 ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ കൊമേഴ്സ് ആണ്. അതിലേക്ക് 36,600 മുതൽ 79,200 വരെയാണ് ശമ്പളം. 20 to 43 ആണ് ഏജ് ലിമിറ്റ്. അതുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കുക. പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയിൽ സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് 36,600 മുതൽ 79,200 വരെ ശമ്പളം ലഭിക്കാവുന്ന NCA നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ്. 18 to 41 ആണ് ഏജ് ലിമിറ്റ്. അതിലേക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി നിങ്ങൾക്ക്. പിന്നെ 109/2020 വന്നിരിക്കുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള എംപ്ലോയ്മെന്റ് ഓഫീസർ തസ്തികയിലേക്ക് 36,600 മുതൽ 79,200 വരെയാണ് ശമ്പളം. അതിലേക്ക് ഒരു വേക്കൻസി. 25 to 46 ആണ് ഏജ് ലിമിറ്റ്. പിന്നെ വരുന്നത് 108/2020 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BE BTech ആണ്. അത് ഒരു NCA നോട്ടിഫിക്കേഷനാണ് അതും പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് 107/2020 അതിലേക്ക് 2 വേക്കൻസി. 22 to 45 ആണ് ഏജ് ലിമിറ്റ്. പിന്നെ 106/2020 കോളേജിയറ്റ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ 105/2020 കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അത് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും. 16,500 മുതൽ 35,700 വരെയാണ് ശമ്പളം. അത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടണം. കഴിഞ്ഞ എക്സാമിൽ എങ്ങനെയായിരുന്നു കട്ട് ഓഫ്, എന്തെല്ലാം റാങ്ക് ലിസ്റ്റിന് എത്ര പേര് നിയമിച്ചു എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് ഇനി വരുമ്പോൾ. അപ്പോൾ ഇത് എല്ലാവർക്കും അപേക്ഷിക്കാം. മിനിമം SSLC ആണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ. 18 to 36 ആണ് ഏജ് ലിമിറ്റ്. 21/10/2020 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ 104/2020 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് റബ്ബർ മാർക്ക് കെമിസ്റ്റ് തസ്തികയിലേക്ക് 3,900 മുതൽ 8,650 ആണ് സാലറി. അതിലേക്ക് 18 to 50 ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ 103/2020 അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള കെമിസ്റ്റ് തന്നെയാണ്. സെയിം തസ്തിക തന്നെയാണ്. പിന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മിൽമ. അതിലേക്ക് ടെക്നിക്കൽ ഗ്രേഡ് 2 ബോയിലർ ഓപ്പറേറ്റർ 5,564 മുതൽ 10,040 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതിലേക്കും 10ാം ക്ലാസ്സും അനുബന്ധപ്പെട്ട മേഖലയിലുള്ള പരിചയവുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 101/2020 പറഞ്ഞിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ടെക്നിക്കൽ ഗ്രേഡ് 2 സെയിം തസ്തിക തന്നെയാണ്. പിന്നെ വരുന്നത് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ 8,530 മുതൽ 16,090 വരെയാണ് ശമ്പളം. 18 to 36 ആണ് ഏജ് ലിമിറ്റ്. അതിലേക്ക് SSLC ഉണ്ടായിരിക്കുക, IT ഉണ്ടായിരിക്കുക. പിന്നെ 99/2020 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് 10,450 മുതൽ 18,300 വരെയാണ് ശമ്പളം. അതിലേക്ക് SSLC പാസ്സായിരിക്കുക, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കുക, മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ്, ഹയർ, ലോവറൊക്കെ വേണം. പിന്നെ മലയാളം
ലോവറും ഉണ്ടെങ്കിൽ KGT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ 98/2020 കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് 19,000 മുതൽ 43,600 ശമ്പളം. അതിലേക്ക് 18 to 50 ഏജ് ലിമിറ്റ് പറയുന്നത്. അതിലേക്കും ഇതുമായി ബന്ധപ്പെട്ട ടൈപ്പിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ 97/2020 അപെക്സിലാണ്. അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള ടൈപ്പിസ്റ്റ് ഗ്രേഡിന്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് ആകുമ്പോൾ നമുക്കറിയാം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ലോവറും ഹയറൊക്കെ മലയാളം ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അവർക്ക് ആ യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് 22,150 മുതൽ 70,605 വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ്. അതിലേക്ക് വേണ്ടത് എക്സ്പീരിയൻസും മറ്റുള്ള യോഗ്യതയാണ്, ഡിഗ്രിയാണ് യോഗ്യത. പിന്നെ 95/2020 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ ഡെപ്യൂട്ടി മാനേജർ തന്നെയാണ്. അതിലേക്ക് 3 വേക്കൻസി ഉണ്ട്. മാസ്റ്റർ ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്കാണ് ഇതിലേക്ക് വേണ്ടത്. ആൻഡ് HDC ഓർ JDC കൂടി അതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 21/10/2020 അതിലേക്കും അപേക്ഷിക്കേണ്ടത്. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസ് തസ്തികയിലേക്ക് 94/2020 കാറ്റഗറിയിൽ 22,200 മുതൽ 48,000 വരെയാണ് ശമ്പളം. സ്റ്റേറ്റ് വൈഡ് ആണ് ഇതിലേക്ക് എക്സാം ഒക്കെ ഉണ്ടായി കഴിഞ്ഞ എക്സാമിൽ നമ്മൾ പറഞ്ഞിരുന്നു 45.64 ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ വന്നിരുന്നത്. മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിലേക്ക് +2 ആണ് മിനിമം യോഗ്യത പറഞ്ഞിരിക്കുന്നത്. 18 to 26 ഏജ് ലിമിറ്റ്. അതിലേക്ക് കാറ്റഗറി നമ്പർ മറക്കാതിരിക്കുക. 94/2020 ആണ് കാറ്റഗറി നമ്പർ. പിന്നെ 93/2020 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസറാണ്. അതിലേക്ക് 30,700 മുതൽ 65,400 വരെയാണ് ശമ്പളം. അതിലേക്ക് ഏജ് ലിമിറ്റ് 20 to 31 ആണ്. അതിലേക്ക് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, പ്രിഫറബിളി ഇൻ കെമിസ്ട്രിയിൽ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയാണ്. പിന്നെ വരുന്നത് 92/2020 വരുന്നത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറാണ്. 45,800 മുതൽ 89,000 വരെ ശമ്പളം. അതിലേക്ക് 21 to 42 ഏജ് ലിമിറ്റ്. ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിലെ വാലിഡ് ലൈസൻസ് കൂടിയും വേണം. 21/10/2020 ഇതിലേക്ക് അപേക്ഷിക്കേണ്ട എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും അവസാന തീയതി. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് 15/9/2020 ഗസറ്റിൽ വന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളുണ്ട്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളുണ്ട്. നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാതും ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഏകദേശം 124ഓളം നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളതുണ്ട്. ഇതുകൂടാതെ 81 വേറുണ്ട്. അപ്പോൾ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. അതിൻ്റെ ഓരോ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിയ ശേഷം അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കും കൂടി നോക്കി അതിൻ്റെ PDF വായിച്ച് നോക്കി ഓരോന്നും നോട്ട് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കുമായിരിക്കും നല്ലത്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയറിത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.